ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്. ആ പാറക്കെട്ടിൽ ആണ് ഈ മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. സതീഷ് എന്നയാളുടെ മൃതദേഹം ആ പാറക്കെട്ടിലാണ് കണ്ടെത്തിയത്. അംബികയുടെ മൃതദേഹം അവിടെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന നിലയിലുമായിരുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സൂരജ്, ആ ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ മേഖലയിലേക്ക് എപ്പോൾ എത്താൻ കഴിയും നേരിട്ട്? സൂരജ്, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? സൂരജ്. ഉന്മേഷ്, ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് വരുന്നത്. ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം ആ ഷീറ്റ് അവർ ഇന്നലെ താൽക്കാലികമായി അവിടെ കെട്ടിയിരുന്ന ഷെഡാണ്. ആ ഷെഡിലായിരുന്നു അവർ കഴിഞ്ഞുകൂടിയത്. അതായത് ഇവർ പലപ്പോഴും അനുഭവങ്ങളും ഈ മത്സ്യമൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇവിടെ വരുന്നത്. അതിനുശേഷം ഇവർ ഈ പാറപ്പുറത്ത് തന്നെ താൽക്കാലിക ഷെഡുകൾ കെട്ടി താമസിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഈ താൽക്കാലിക ഷെഡ് കെട്ടി ചാലക്കുടി പുഴയ്ക്ക് നടുവിലെ ഈ പാറക്കെട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് ഇന്നലെ 4 അംഗ സംഘത്തിനിടയിലേക്ക് കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി ഈ 4 പേരിൽ 2 പേർ അവിടെ നിന്ന് 4 പേരും ചിതറി ഓടി എന്നുള്ളതായിരുന്നു ഇന്നലെ ആദ്യം കണക്ക് കൂട്ടിയിരുന്നതിൽ. 2 പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ 2 പേരെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ അംബികയുടെ ഭർത്താവ് രവി അടക്കമുള്ളവർ ഈ മേഖലയിലെത്തി തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇന്നലെ ഇവർ ഈ ഷെഡ് കെട്ടിയതിന് സമീപത്ത് തന്നെ ആദ്യം സതീഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ ആന എടുത്തെറിഞ്ഞ നിലയിൽ തലയിടിച്ച് വീണ് രക്തം വാർന്ന നിലയിലായിരുന്നു ഈ സതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. പിന്നീട് ഈ അംബികയും സമീപത്ത് തന്നെ, അതായത് ഈ പാറക്കെട്ടിന് സമീപത്ത് തന്നെ ഈ പുഴയോട് ചേർന്ന മേഖലയിൽ അംബികയുടെയും മൃതദേഹം കണ്ടെത്തി. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇവർ രാത്രി 7 മണിയോടുകൂടി ഈ താൽക്കാലിക ഷെഡിൽ ഈ പാറപ്പുറത്ത് ഇവർ വിശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. രാത്രിയാണ്, വെളിച്ചക്കുറവുണ്ട്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഈ 4 അംഗ സംഘം. ഇതോടുകൂടി 2 പേർ ചാലക്കുടി പുഴ, അതായത് പുഴ മുറിച്ച് കിടക്കുകയാണ് ഏറ്റവും സുരക്ഷിതമായ രീതി എന്ന നിലയിൽ ഇവർ പുഴ മുറിച്ച് 2 പേർ പുഴ മുറിച്ച് കടന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ബാക്കി 2 പേർക്ക് ആ ദിശയിലേക്ക് ഓടാൻ സാധിച്ചിരുന്നില്ല. ഇവർ എതിർ ദിശയിലേക്കാണ് ഓടിയതെന്നുള്ളതാണ് ഈ രവിയുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇപ്പോൾ രവിയുടെ പ്രതികരണങ്ങളടക്കം നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇവർ ഓടി രക്ഷപ്പെടുന്നു. ഓടി രക്ഷപ്പെട്ട 2 പേർ ഓടി രക്ഷപ്പെട്ടെങ്കിലും 2 പേരെ കുറിച്ച് ഒരു തരത്തിലുമുള്ള വിവരമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവരെ തിരഞ്ഞുകൊണ്ട് ഈ കൂടുതൽ ആളുകൾ, അതായത് പ്രദേശവാസികൾ അടക്കമായിട്ടുള്ള ആളുകൾ ഇന്ന് രാവിലെ ഈ മേഖലയിൽ, വഞ്ചിക്കടവ് മേഖലയിലെത്തി തിരച്ചിൽ നടത്തുന്നതും ഈ തിരച്ചിലാണ് ഈ 2 പേരുടെ മൃതദേഹം ഈ കണ്ടെത്തുന്ന നിലയുണ്ടായത്. ഇതിൽ സതീഷിനെ സംബന്ധിച്ച് സതീഷിനെ എടുത്തെറിഞ്ഞതിന് ശേഷം ഈ തല ഇടിച്ചു വീണ നിലയിലാണ്. ഇപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതും നമ്മുടെ ഇൻപുട്ട് ഡെസ്കിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ആ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഉന്മേഷ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇവർ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം തുടർച്ചയായ 3ാമത്തെ ജീവനാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ സബാസ്റ്റിനെ കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. സബാസ്റ്റിന്റെ ആ വേർപാടിന്റെ വേദന ഇതുവരെയും വിട്ടുനീങ്ങിയിട്ടില്ല. ഇന്നലെ ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്താനിരിക്കെ കനത്ത മഴ പെയ്തു. ആ സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നു. ആ ഒരു വേദനയിൽ തന്നെയാണ് അതിരപ്പള്ളി ജനതയാകെ ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ 2 പേർക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സൂരജ് ഇനിയിപ്പോൾ സൂരജ് അവിടേക്കുള്ള യാത്രയിലാണെന്ന് കൂടി മനസ്സിലാക്കുന്നു. വളരെ വേഗം അവിടെ എത്തേണ്ടതുണ്ട്. അവിടുത്തെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഏതായാലും അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്ത ഇപ്പോൾ വരുന്നു. ഇന്നലെ രാത്രിയാണ് കാട്ടാന അവിടെ ആക്രമണം നടത്തിയത്. 4 പേർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. അതിൽ 2 പേർ അവിടെ നിന്ന് ഓടി പുഴ കടന്ന് അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയായിരുന്നു. പക്ഷേ 2 പേർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. വഴച്ചാലിനടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. വഞ്ചിക്കടവിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം. വഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ്, ഈ 2 പേരുമാണ് മരിച്ചത്. സതീഷിനെ കാട്ടാന നേരിട്ട് ആക്രമിച്ചു. അവിടെ പുഴയിലെ പാറക്കെട്ടിലാണ് സതീഷിന്റെ മൃതദേഹം ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. അംബികയുടെ മൃതദേഹം അവിടെ വെള്ളത്തിൽ കിടക്കുന്ന നിലയിലായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അവിടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ഇന്നലെ കനത്ത മഴയെ തുടർന്ന് മരിച്ച സെബാസ്റ്റിന്റെ മൃതദേഹം സംസ്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തേക്ക് സംസ്കാര ചടങ്ങ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. അതിനിടയിലാണ് വീണ്ടും ഒരു കാട്ടാന ആക്രമണ വാർത്ത. റൂബിൻ ലാൽ തുടരുന്നുണ്ട് ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന്. റൂബിൻ, ഈ സ്ഥിരമായി കാട്ടാനയുടെ ശല്യമുള്ള മേഖലയാണല്ലോ ഈ അതിരപ്പള്ളിയും പരിസര പ്രദേശങ്ങളുമൊക്കെ. ഇത് ഈ ഇന്നലെ കാട്ടാന ആക്രമണം ഉണ്ടായ ഈ സ്ഥലം, അവിടെ സ്ഥിരമായി കാട്ടാനക്കൂട്ടം എത്തുന്ന മേഖലയാണോ അതോ അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണോ ഈ കാട്ടാനയുടെ ആക്രമണം അവിടെ? റൂബിൻ, സ്ഥിരമായിട്ട് അതിരപ്പള്ളിയില് മിക്കവാറും പ്രദേശത്തെല്ലാം കാട്ടാനകളുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ
ആക്രമണ സ്വഭാവത്തിലേക്ക് കാട്ടാനകൾ പോകുന്നത് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് രാവിലെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണേണ്ടി വന്നത്. ഇന്നലെ വൈകിട്ട് വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെ വഞ്ചിക്കടവിനോട് സമീപത്ത് പാറപ്പുറത്ത് ഷെഡ് കെട്ടി താമസിച്ചിരുന്ന വാഴച്ചാൽ സ്വദേശികളായിട്ടുള്ള ആളുകളാണ് മരണപ്പെട്ടത്. അവര് വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ടാണ് ഇവിടെ എത്തിയത്. അവരുടെ ഉണ്ടായിരുന്ന ഷെഡ് ആന തകർത്ത് കളയുകയും അവരുടെ അരി അടക്കമുള്ള സാധനങ്ങളെല്ലാം ആന വലിച്ചെറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വിഷമകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പൊ അതിരപ്പള്ളിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്.